ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മൈ വേർഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മറ്റേ വീഡിയോ എന്ന് പറയുന്നത് മക്കളൊക്കെ പോയി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രീ ടൈമിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവരൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കും കേട്ടോ. ഉമ്മയൊക്കെ വിളിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ആദ്യം തന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് വരുന്നത്. കിച്ചൺ അത്യാവശ്യം അലമ്പായിരിക്കും കേട്ടോ. കാരണം അവരെയൊക്കെ വിട്ട് കഴിയുമ്പോൾ അറിയാലോ, നമുക്ക് ആ ഒരു സമയത്ത് ക്ലീനിങ്ങിനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റിന് ഞാൻ കുറച്ച് പാത്രങ്ങളും ഒക്കെ ഉണ്ടാവും വാഷ് ചെയ്യാനായിട്ട്. പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് നമ്മുടെ ആ ഒരു ഡെയിലി ക്ലീനിങ് റൊട്ടീൻ ഉള്ളത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കിച്ചൺ ക്ലീനായി കിടാൻ തന്നെ എനിക്ക് എൻ്റെ പകുതി ജോലികളും തീർന്നെന്നുള്ളൊരു ഫീലാണ് കേട്ടോ. എനിക്കൊരു പകുതി ആശ്വാസം കിട്ടും. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ബാക്കി ക്ലീനിങ്ങിനൊക്കെ നിൽക്കട്ടെ, വീടിൻ്റെ ഫുൾ ക്ലീനിങ്ങിനായിട്ട് നിൽക്കുന്നത്. നമുക്കൊരു റൊട്ടീൻ നമ്മളെപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമല്ലോ. നമുക്ക് എന്താണ് എൻ്റെ ഒരു റൊട്ടീൻ ഇങ്ങനെയാട്ടെ. ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം കിച്ചൺ ക്ലീനിങ്, അതിന് ശേഷമാണ് അല്ലാത്ത ക്ലീൻ. പണ്ട് ഞാൻ ആദ്യം വീടൊന്ന് ക്ലീൻ ആക്കിയിട്ടായിരുന്നു കിച്ചണിലോട്ട് കയറുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഞാനൊന്ന് ചേഞ്ച് ചെയ്താണ് കേട്ടോ. എനിക്കിതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് കിച്ചൺ ഒന്ന് ഇതിട്ടാലും കുഴപ്പമില്ല. വീട് അത്രയും അലമ്പായിരിക്കുമല്ലോ. കിച്ചണായിരിക്കും ഏറ്റവും കൂടുതൽ അലമ്പായിട്ടുള്ളത്. പെട്ടെന്ന് ഒരാൾ ജസ്റ്റ് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡായിട്ട് കയറി വന്നാലും നമുക്ക് കിച്ചൺ ഒന്ന് നീറ്റായിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ നമ്മൾ അത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്ന് ഇരുന്നിട്ടൊക്കെ വന്ന് പാത്രം കഴുകിയെടുക്കാം എന്നൊക്കെ തോന്നും. അപ്പോൾ അതിനെക്കാട്ടി നമ്മൾ ആദ്യമേ അങ്ങ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. ആ ഒരു റെസ്റ്റ് എടുക്കാൻ പോകുന്ന ടൈം ഇപ്പോൾ ഫോണോ കൂടെയൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മുടെ ടൈം ഫുള്ള് പോകും. അപ്പോൾ ഞാനൊരു പവർ അവർ ക്ലീനിങ് എന്നും പറഞ്ഞിട്ടൊരു ഉണ്ട് കേട്ടോ. ഒരു ഇത്ര മിനിറ്റ് എന്നുള്ളത് ഞാൻ സെറ്റ് ചെയ്യും. ആ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ ക്ലീനിങ് ചെയ്ത് തീർക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ക്ലീനിങ് ഒരു ഭാരം അല്ലാതെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മളൊരു പാട്ടൊക്കെ വെച്ച് പതുക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഫീലിംഗ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും കേട്ടോ. നമ്മളെന്നും ഒരു കാര്യമായിട്ട് ചെയ്യേണ്ടതുകൊണ്ട് ബോറടിക്കും. അതുകൊണ്ട് ഞാനങ്ങനെ എൻജോയ് ചെയ്തിട്ടായിരിക്കും കേട്ടോ ജോലിയൊക്കെ ചെയ്യുന്നത്. ഫ്രിഡ്ജ് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട്, തേങ്ങയുടെ. പിന്നെ അല്ലാതെ കറിവേപ്പിലയൊക്കെ കുറച്ച് വീണൊക്കെ കിടക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡീപ്പ് ക്ലീനിങ് അല്ല, ജസ്റ്റ് എന്ന സാധനങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ആ ഒരു ഡ്രോയൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് എഴുതിയിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു. ഞാനിങ്ങനെ മിക്ക ദിവസങ്ങളിലും ചെയ്യും, 2-3 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യും കേട്ടോ. അതാകുമ്പോൾ ഡീപ്പ് ക്ലീനിങ് ഈസിയാണ്. പിന്നെ വീക്കിലിയാണ് ഞാൻ ഫ്രിഡ്ജ് ഡീറ്റെയിൽ ആയിട്ടല്ല, ആ ഒരു നമ്മുടെ മലക്കറിയൊക്കെ വാങ്ങുന്നില്ല, വെജിറ്റബിൾസൊക്കെ ഇടുന്ന ആ ഒരു ഡ്രോയർ എടുത്ത് അന്നാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ വാങ്ങുന്നത്. അല്ലാതെ ഡീപ്പ് ക്ലീനിങ് എല്ലാ ആഴ്ചയിലും ചെയ്യാറില്ല കേട്ടോ. 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴാണ് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത്. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരത്തില്ല. അതാണ് സത്യം. നമ്മൾ ഡീപ്പ് ക്ലീനിങ് 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ചെയ്താൽ മതി. കിച്ചൺ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീട് ഫുള്ളായിട്ടൊന്ന് അടിച്ച് വാരി, പിന്നെ നമ്മുടെ ഡെയിലി ക്ലീനിങ് റൊട്ടീൻ ഉണ്ടല്ലോ, ഫുള്ളായിട്ടും വീട് ക്ലീൻ ചെയ്യുന്ന അതിനാണ് കേട്ടോ നിൽക്കുന്നത്. അത് ചില ദിവസങ്ങളിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ് കാണും. ഞാൻ ഡീപ്പ് ക്ലീനിങ്ങൊക്കെ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഒരു റൂം അല്ലെങ്കിൽ ഒരു ഹാൾ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ചെയ്യുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എനിക്കെല്ലാം കൂടി അങ്ങനെ ചെയ്യാനും പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ക്ഷീണവും പിന്നെ എനിക്ക് ഭയങ്കര മടിയൊക്കെ വന്നു. അപ്പോൾ ഞാനും ചെയ്യുന്നത് ഒരു ദിവസം ഒരു റൂം, പിന്നെ മറ്റേ ദിവസം വേറൊരു റൂം, അങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഓണായതുകൊണ്ട് തന്നെ ഞാൻ വീട് ഓരോ ദിവസമായിട്ട് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ക്ലീനാക്കി വരുവാണ്. അപ്പോൾ ഇന്ന് വേറെ ലിസ്റ്റൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഒന്നിട ദിവസങ്ങളിൽ ചെയ്യാമെന്ന് കരുതി. കാരണം നമ്മളെ വീട് അത്ര വലുതൊന്നും അല്ലല്ലോ. അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുത്ത് പിന്നെ ഒരു ദിവസം അങ്ങനെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ എല്ലാം കൂടി വരുമ്പോഴേ ചടപടേ എന്ന് പറഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. വലിയ വീടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചേർത്തുകൊണ്ടെങ്കിൽ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു 2 റൂമോ ഒരു ഹാളോ ഒരു കിച്ചൺ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒന്ന് പുറം ഭാഗത്ത് ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ പുറം ഭാഗത്തും വലിയ ക്ലീനിങ്ങും പരിപാടികളൊന്നുമില്ല. നമ്മൾ മുകളിലല്ലേ താമസിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ മുറ്റവും കാര്യങ്ങളൊന്നും ഉള്ളതുകൊണ്ട് പുറത്തും വലിയ പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീട് ഫുള്ളും അടിച്ച് വാരി പിന്നെ എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനാണ് കരുതുന്നത്. നമ്മുടെ ബാത്റൂമിൽ ആ ഒരു ബാത്ത് ടബ് ഇളക്കി മാറ്റിയപ്പോൾ കുറേ മണലിട്ടിട്ടാണ് ബാത്ത് ടബ് വെക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കുറേ മണലിട്ട് ഒരു ടെമ്പോ നിറച്ചിട്ടുള്ളൊരു മണലുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മണലും നമ്മുടെ ആ ഒരു സിറ്റൗട്ടിൻ്റെ സൈഡിലായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. ടാർപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ടിരിക്കണം. അതാണ് കേട്ടോ ആ ഒരു വീഡിയോ നേരത്തെ കണ്ടത്. അതുകൊണ്ട് മുറ്റത്ത് എനിക്ക് വലിയ പരിപാടികളൊന്നുമില്ല. മുറ്റം ഒരുപാട് തൂക്കാനോ മുറ്റമായിട്ടല്ലെങ്കിലും ഇല്ല, നമ്മുടെ ആ ഒരു കുറച്ചൊരു ഭാഗം ഉണ്ടല്ലോ ചെടിയൊക്കെ വെച്ചിരുന്ന ആ ഒരു സൈഡിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ക്ലീനിങ് പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം ചെടിയൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് നിന്നാണ്. എന്നും ഒഴിക്കാറില്ല, ഇതും 1-2 ദിവസങ്ങളിലാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു സിറ്റൗട്ടിൽ ഫുള്ളായിട്ടും വെള്ളം വീഴും. പിന്നെ എനിക്കിവിടെ ഫുള്ളായിട്ടും തുടച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ 1-2 ദിവസങ്ങളാണ് ഇവർക്കൊക്കെ വെള്ളം കൊടുക്കുന്നത്.
ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും സിറ്റൗട്ട് ഫുള്ള് നനയും കേട്ടോ. പിന്നെ ഞാൻ അവിടെ തുടയ്ക്കുന്ന കൂട്ടത്തിൽ ഇവിടെ കൂടി നമ്മുടെ വീട് ഫുള്ളായിട്ടും പിന്നെ അങ്ങ് തുടച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീടൊക്കെ തുടച്ചതിന് ശേഷം എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൊറിയർ ഓപ്പൺ ചെയ്യുവാണ്. സത്യം പറഞ്ഞാൽ ഡെലിവറിയുടെ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനത് റിട്ടേൺ ആയി കാണുമെന്നാണ് കരുത്. അപ്പോൾ ഓൾറെഡി ഞാൻ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് സങ്കടപ്പെട്ടു. ഇനി വരത്തില്ലേ, മീഷോയിലാണ്. അപ്പോൾ ഷിപ്പിംഗ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഒന്ന് കസ്റ്റമർ കെയറിൽ വിളിക്കാമെന്നൊക്കെ കരുതിയിരുന്നപ്പോഴത്തേക്കുമാണ് പ്രോഡക്റ്റ് കൊണ്ടുവന്നത് കേട്ടോ. ഇതൊരു ചോപ്പിംഗ് ബോർഡാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല വുഡൻ്റെയാണ്. നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. എനിക്ക് ഈ ഒരു ഷേപ്പ് കണ്ട് ഇഷ്ടപ്പെട്ടാണ്. ഒരു 104 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല സാധനമായിട്ട് തോന്നി. 104 രൂപയ്ക്ക് വെർത്താണ്. ഞാനല്ലാതെ ഷോപ്പിലൊക്കെ നമ്മുടെ ഇവിടേക്കുള്ള ഷോപ്പിലൊക്കെ നോക്കുമ്പോൾ നല്ല റേറ്റ് ചോദിക്കുന്നുണ്ട്. ഇതെനിക്ക് ചപ്പാത്തി പരത്താലോ എന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങിയതാണ്. എൻ്റെ കയ്യിൽ റൗണ്ട് അതൊന്നുമില്ല. ഞാൻ നമ്മുടെ ഒരു ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് ചപ്പാത്തി പരത്തുന്നത്. അപ്പോൾ ഞാൻ ഇത് എന്താണ് റൗണ്ട് ഷേപ്പിൽ, നല്ല രീതിയിൽ റൗണ്ട് ഷേപ്പിൽ കിട്ടിയാലോ എന്ന് കേട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കൊള്ളാം. ഞാൻ ഒരു വട്ടമല്ലേ ചപ്പാത്തി പരത്തി നോക്കി കേട്ടോ അതിൻ്റെ പിറ്റേന്ന്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഇവിടെയാണ് ഞാനിത് പ്ലേസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട്. ഇത് ഞാനിപ്പോൾ ഇവിടെ പണിയിടുന്ന സമയത്ത് ഇത് ചെയ്യാനായിട്ട് വേണ്ടി മാത്രം പണിക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഇവിടെ ഒരു ആണി അടുപ്പിച്ചതാണ്. അപ്പോഴേക്കും എന്തേ മീൻ കൊണ്ടുവന്നു കേട്ടോ. കുഞ്ഞു കൊഴിയാളുണ്ടല്ലോ, അതാണ് കൊണ്ടുവന്നത്. അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, കൂട്ടും, എന്നാൽ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. എൻ്റെ വലുതാണെങ്കിൽ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഫുള്ള് വെക്കുന്നില്ല, എൻ്റെ പകുതി ഇന്നിപ്പോൾ കറി വയ്ക്കുന്നുണ്ട്. നാളെ ബാക്കിയും കൂടി വെക്കാനാണ് കേട്ടോ. നാളെ ഇത് പൊരിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യാമെന്നും കരുതി കുറച്ച് ഫ്രിഡ്ജിൽ മാറ്റി കുറച്ച് കറി വയ്ക്കാനും പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നിനി മീൻ കിട്ടില്ല എന്ന് കരുതിയിട്ട് ഞാൻ ജോലിയെല്ലാം തീർത്തിട്ട് കുളിക്കാനായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. കുളിച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാമല്ലോ. അപ്പോഴത്തേക്കുമാണ് മീൻ കൊണ്ടുവന്നത്. നമ്മൾ വീട്ടിൽ സ്ത്രീകളൊക്കെ നിൽക്കുമ്പോൾ പലരും വിചാരിക്കണം നമ്മൾ വെറുതെ വീട്ടിൽ ഇരിക്കുവാണ്, ഭർത്താവും മക്കളും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വേറെ ജോലിയൊന്നുമില്ല. എന്താണ് അവർക്ക് രാവിലെ എല്ലാമൊക്കെ വേവിച്ച് കൊടുക്കുന്നത്, നമ്മൾ വേവിക്കുന്നത് മാത്രമേ അവർ കാണുന്നുള്ളൂ. അത് പിന്നെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ബാക്കി ഈ ക്ലീനിങ് ഒന്നും ആരും കാണത്തില്ല. അവരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് വെറുതെ വീട്ടിലിരിക്കുന്ന കേട്ടോ പലരുടെയും ഭാഗം. ഇന്ന് രാവിലെ നമ്മൾ വെറുതെ ഒന്നിരിക്കാനുള്ള സമയം എനിക്ക് ഈ ഒരു ജോലി ചെയ്യുന്നത് വരെയും കിട്ടിയിട്ടില്ല കേട്ടോ. കിച്ചണെല്ലാം ഒതുക്കിയിട്ടതിന് ശേഷമാണ് മീൻ കൊണ്ടുവന്നത്. പിന്നെ മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് പിന്നെ കിച്ചൺ ഫുള്ളായിട്ട് പിന്നെ ഒന്നേന്ന് ആ ഒരു സ്മെല്ല് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഫുള്ളായിട്ട് പിന്നെ ഒന്നേന്ന് ക്ലീൻ ആക്കിയാലേ ആ ഒരു സ്മെല്ല് പോകത്തുള്ളൂ. പിന്നെ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്തപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞാൽ മാത്രമേ ആൾക്കാരുടെ കണ്ണിൽ കാണത്തുള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടമ്മയുടെ കാര്യം അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞാലല്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്തു ഏത് ചെയ്തു എന്ന് ആർക്കും മനസ്സിലാവത്തില്ല. ഒരു വീട് വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ 100% അത് ആ വീട്ടമ്മയുടെ എഫേർട്ട് തന്നെ ആയിരിക്കും. പക്ഷെ അതും ആരും കാണത്തില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ എന്താണ് അവർ വിചാരിക്കുന്ന വെറുതെ ഇരിക്കുകയാണ്, വെറുതെ ഇങ്ങനെ കുക്കറിനോട് പറയുമ്പോൾ ചോറാവും കറിയാവും, വീട് തൂക്കാൻ പറയുമ്പോൾ റോബോട്ടുണ്ട്, അപ്പോൾ റോബോട്ട് തൂക്കും. പിന്നെ വീട്ടിൽ ബാക്കി ഗാർഡനിങ്ങും കാര്യങ്ങളും അല്ലാതെ തുണി അലക്കൽ എല്ലാം അങ്ങ് മെഷീൻ ചെയ്യും എന്നാണ് പലരുടെയും വിചാരം. നമുക്ക് ഒരുപാട് ജോലികളുള്ള കാര്യം ആരും ഓർമ്മിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പെണ്ണിന് ശത്രു പെണ്ണ് തന്നെയാണെന്ന് പണ്ടത്തെ പഴമക്കാർ പറയില്ല. സത്യമാണ് കേട്ടോ. എന്നാൽ ചില പെണ്ണുങ്ങൾ വന്നിട്ട് നമ്മുടെ എൻ്റെ അടുത്ത് കുറേ പേരിങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ വീട്ടിൽ വെറുതെ ഇരിക്കുക, നിനക്ക് അവിടെ എന്താ ജോലി, ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ഒന്നും മിണ്ടത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറയട്ടെ, എനിക്കവിടെ ഒരു ജോലിയില്ല, ജോലിക്കാരെ വെച്ചിട്ടുണ്ട്, എനിക്ക് ജോലിക്കാരെ വെച്ച് തന്നിട്ടുണ്ട്, അവിടെ എനിക്ക് വേറെ ജോലികളൊന്നും ഇല്ല എന്ന് പറയട്ടെ. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്കത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. കാരണം അവരും വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വെറുതെ ഇരിക്കുവാണോ, അവരത് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ. പിന്നെ നമ്മളെന്തിനാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് എന്താണ് ബാക്കി എല്ലാവർക്കും വേറെ ജോലിയുള്ളപ്പോൾ അവർക്ക് ശമ്പളം കിട്ടത്തില്ല. നമുക്ക് ശമ്പളം പോലും കിട്ടാത്ത ജോലികളാണ് ഈ വീട്ടിൽ ചെയ്യുന്നത്. നമുക്ക് ശമ്പളമൊന്നും വേണ്ട, നമുക്ക് അല്ലാതെ തന്നെ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാക്ക് വേണ്ടി പപ്പാക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ശമ്പളം ആഗ്രഹിച്ചിട്ടല്ല ചെയ്യുന്നത്. അതിന് വെറുതെ ഒരു തരം താഴ്ത്തി കാണാതിരിക്കുക. വീട്ടമ്മ എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനൊന്നും തരം താഴ്ത്തി കാണാതിരിക്കുക. പ്രത്യേകിച്ച് എനിക്ക് ആണുങ്ങൾ പറയുമ്പോൾ എനിക്ക് അത്ര വലിയ തോന്നാറില്ല കേട്ടോ. അവർക്ക് ചിലപ്പോൾ വിവരമില്ലാതെ പറയുന്നതായിരിക്കും. പക്ഷേ പെണ്ണുങ്ങൾ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ വിഷമം തോന്നും. ഇപ്പോഴല്ല, നേരത്തെയൊക്കെ. ഇപ്പോഴും ഞാൻ അതിനുള്ള മറുപടിയെ കൊടുക്കും കേട്ടോ. പഴയ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോഴത്തേക്കും എന്താണ് നല്ല രീതിയിൽ എനിക്ക് വിഷമം തോന്നാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെറുതെ നമ്മളെ ചൊടിപ്പിക്കാൻ വേണ്ടി അവർ പറയുന്നതാണ്. അവർക്കും അറിയാമല്ലോ, അവരൊക്കെ വലിയ ചെയ്യുന്നതാണ്, വെറുതെ ചൊടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ മീൻകറി അടുപ്പിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ 2-3 ദിവസമായിട്ട് വിചാരിക്കുന്നു കേട്ടോ, നമ്മുടെ ഈ മണി പ്ലാന്റ് ഇതുപോലെ ഈ കമ്പിൽ ചുറ്റി വിടുന്നത് നമ്മുടെ വീട്ടിൽ വെച്ച് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഒടിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ടേ ഞാനൊരു ഇതൊക്കെ വെച്ചിട്ടൊരു നമ്മുടെ പണി ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു പൈപ്പ് കിട്ടി. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസം കൊണ്ട് ഇരിക്കുകയാണ്, ഇതൊന്ന് ശരിയാക്കണമെന്ന് കരുതിയിട്ട്. അപ്പോൾ അതിന് നിൽക്കാനാണ് കേട്ടോ കരുതുന്നത്. ഇത് സിമ്പിളാണ്. ഇതിൻ്റെ ഈ പൈപ്പിൽ കുറച്ച് കയറ് ചുറ്റിയിട്ട് മണി പ്ലാന്റിലോട്ട് വിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്.
മണി പ്ലാന്റ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിട്ട് ഇവിടുന്ന് താഴേക്ക് ഞാൻ കുറച്ച് നീളത്തിൽ വളർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തന്നെ കട്ട് ചെയ്ത് ഇതിലേക്ക് പടർത്തി കൊടുക്കാനാണ് കരുതുന്നത്. ഇതിപ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ ഇതൊന്ന് ബുഷിയായിട്ട് വളർന്ന് കഴിയുമ്പോൾ സൂപ്പറാണ് കേട്ടോ കാണാൻ. എൻ്റെ കയ്യിൽ ഒരു CC പ്ലാന്റ് ഹോളൊക്കെ വീണ ഒരു പ്ലാൻ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതുപോലെ ഞാൻ പടർത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇതിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നില്ല, അപ്പോൾ എനിക്കറിയാം എങ്ങനെ നിൽക്കുമെന്നുണ്ട്. യൂട്യൂബിലൊന്നും കാണുന്ന ആ ഒരു ഭംഗിയൊന്നും കിട്ടത്തില്ല കേട്ടോ. യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് നിൽക്കുന്ന കാണാം. അത് അവരെ കൊണ്ടിടില്ല, അവരിതിൽ വളം കൂടി ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്, വേറെ കമ്പിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാനല്ലാതെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നതല്ലേ, പടർത്തി വിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കിഷ്ടമാണ്, എൻ്റെ ഒരു ഭാഗത്തിനൊക്കെ കിട്ടും ഇതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സേഫായിട്ട് ചെയ്യുക. തൊട്ട് മുകളിൽ കാണാതിരിക്കും. ബൈ.